നമുക്ക് വയലിലേക്ക് പോകാം, ഗ്രാമങ്ങളിൽ ഉറങ്ങാം. രാവിലെ നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. മുന്തിരി മുട്ടിട്ടോ എന്ന് നോക്കാം, മുന്തിരിപ്പൂക്കൾ വിടർന്നോ എന്ന് നോക്കാം, മാതളനാരകം പൂവിട്ടോ എന്ന് അന്വേഷിക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രേമം പകരാം. ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു, സമയമാവും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. പിള്ളേർ രണ്ടും ഉറങ്ങിയോടി? ജോയിൽ ഉറങ്ങിയിട്ടില്ല, ഇത്തവണ റാങ്ക് വാങ്ങിക്കണം എന്നുള്ള വാശിയില്ല. നമ്മുടെ മോന് അവന് സ്വന്തമായിട്ടൊരു റൂം പണിയണം. ഹലോ ഹലോ ചാച്ചാ. മാനേ, എന്നെ വെച്ചിട്ട് സുഖാണോ? സുഖായിരിക്കുന്നു ചാച്ചാ. ചാച്ചാ, നമ്മള് മറ്റേതങ്ങ് തീരുമാനിക്കാട്ടോ. നല്ല വിലയാണ് അവര് പറയുന്നത്. പിന്നെ ഈ മാസം കൊണ്ട് ജിൻസിയുടെ പെരപണിയും കഴിയുമല്ലോ. പിന്നെ ചാച്ചനെ അവിടെ വിളിക്കാമല്ലോ. പിന്നെ ചാച്ചാ, ഹലോ ചാച്ചാ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. ചേട്ടാ, അപ്പച്ചൻ്റെ കാര്യത്തിൽ സീരിയസാ. നീ കാര്യം പറയും. പ്രശ്നമുണ്ട് ചേട്ടാ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ പറ്റൂ. അവനെ ക്രിസ്മസിന് ലീവ് കിട്ടുമോടി? ജിൻസിയുടെ വീട് പണിക്ക് എന്നതെങ്കിലും ചെയ്യണമെന്ന് അവൻ പറഞ്ഞായിരുന്നു. കിട്ടിയാലും എടുക്കുകയായിരിക്കും. സ്റ്റാർ നോക്കുമ്പോഴൊക്കെ ഞാൻ അവനെ ഓർക്കും. ഈ സ്റ്റാർ നോക്കി കഴിഞ്ഞ് കരോടത്തെ പറമ്പിൽ ചെന്നിട്ടേ ഉറപ്പ് വരുത്താതെ അവന് തൃപ്തി വരികയായിരുന്നു. പള്ളിയിലെ പുൽക്കൂട് മത്സരത്തിൽ എന്നും അവനല്ലായിരുന്നു ഫസ്റ്റ്. പിള്ളേരൊക്കെ എത്ര പെട്ടെന്നല്ലേ വളരുന്നേ. ചേട്ടായി ചേട്ടായി, ചായ. ചേട്ടായി പറഞ്ഞ പോലെ ചാച്ചൻ്റെ സാധനമൊന്നും കത്തിച്ചാലും ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. അതിനെ സമ്മതിച്ചു എല്ലാവരും. അതാണല്ലോ രീതി. അതുകൊണ്ട് കൊച്ചാച്ചനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എത്തുന്നതിന് മുമ്പ് ശാസൻ ഇങ്ങനെ പോയി കളയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശാസൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇന്ന് ലേറ്റ് ആണല്ലോ. നമ്മൾ ആ പഴയ വീട് വിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തൊട്ടേ ചാച്ച ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇവിടെ വന്നാൽ ശരിയാവുമെന്ന് ഞങ്ങളും കരുതിയത്. പക്ഷെ ഇവിടെ വന്നിട്ടും എന്താ അപ്പച്ച? എനിക്കൊന്ന് കുളിക്കണമായിരുന്നല്ലോ ആളെ. അപ്പച്ചന് ഒന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു. എന്നാ പച്ച എന്നാ എന്നൊക്കെ തേച്ചിരിക്കുന്നില്ല. ചാച്ചനൊന്ന് കുളിക്കണമായിരുന്നല്ലോ. ഞാനിപ്പോൾ കൊച്ചിനോട് പറഞ്ഞോളൂ ഒന്ന് കുളിക്കണമായിരുന്നു അല്ലേ. ഞാനെനിക്ക് ശരിക്കും ഒന്ന് മേല് വെച്ച് എനിക്ക് ശരിക്കും ഒന്ന് ചോപ്പ് വെച്ചിരുന്ന് അലക്കി എനിക്ക് കുളിക്കണം. എനിക്കൊന്ന് നന്നായിട്ടൊന്ന് കുളിക്കണം. എനിക്ക് ഞാൻ ശരിക്കും ഒന്ന് കുളിക്കട്ടെ. അന്ന് അധികം വൈകാണ്ട് തന്നെ ചാച്ചൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ആള് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പഴയ വീട്ടിലായിരുന്നപ്പോഴും അപ്പച്ചൻ ബാത്റൂമിൽ ഒത്തിരി സമയം ചെലവഴിക്കുമായിരുന്നു. ഞങ്ങളതന്ന് അത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷെ അന്ന് രാത്രിയിലെ സംഭവത്തിന് ശേഷം ഞങ്ങൾ അപ്പച്ചനെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് ചാച്ചൻ്റെ മുറിയിൽ അങ്ങോട്ട് ഒതുങ്ങിപ്പോയി. കുടുംബപ്രാർത്ഥനയ്ക്ക് വരുന്നില്ല,
പള്ളിയിലും പോണില്ല. ചാച്ചൻ കൂടുതൽ ക്ഷീണിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി.